ഹലോ. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഫുജിഷ്ക ERP-യിൽ ഒരു പ്രൊഡക്ഷൻ ഫോർമുല ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു പ്രൊഡക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് എന്താണ്, അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ ഐറ്റം മാസ്റ്ററിൽ പോയിട്ട് നമ്മൾ പ്രൊഡക്റ്റും അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാനിതിൽ കാറ്റഗറി സെലക്ട് ചെയ്തിട്ടുണ്ട്, ബേസ് യൂണിറ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. സെറ്റ് സ്റ്റോക്ക് ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എന്താണെങ്കിലും സെറ്റ് സ്റ്റോക്ക് ചെയ്തിരിക്കണം. ഈ സെയിൽസ് റേറ്റും പർച്ചേസ് റേറ്റും കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ ഫോർമുല ചെയ്യുന്ന സമയത്ത് അത് അപ്ഡേറ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ ഞാനത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെയിൻ പ്രൊഡക്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും ഈ ഒരു ആഡ് പ്രൊഡക്റ്റിൽ വന്നിട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ റിപ്പോർട്ട്സിൽ ഒന്ന് പോയിട്ട് സ്റ്റോക്ക് ഒന്ന് നോക്കാം. ഇതിൽ സ്റ്റോക്ക് സമ്മറി പോയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിലിപ്പോൾ നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എന്നുള്ള മെയിൻ പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി ഇപ്പോൾ 0 ആണ്. അതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ ഇപ്പോൾ ബട്ടറിന്റെ ഇത് നമുക്ക് 100 വരുന്നുണ്ട്, മിൽക്ക് നമുക്ക് 100 വരുന്നുണ്ട്, മൈദ പൗഡറിന് 100 വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇൻഗ്രീഡിയൻസിന്റെ ഒക്കെ ഇപ്പോൾ 100 ആണ് കറന്റ് നമുക്ക് ക്വാണ്ടിറ്റി ഉള്ളത്. ഇനി നമ്മൾ പ്രൊഡക്ഷനിൽ പോവാം. നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. നമ്മളിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രൊഡക്ഷൻ ഫോർമുലാസിന്റെ ലിസ്റ്റ് ആണിത്. നമുക്കൊരു പുതിയ ഫോർമുല ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് പ്രൊഡക്ഷൻ ഫോർമുലയിൽ പോവാം. ഫോർമുല നെയിം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് കൊടുക്കാം. ഞാൻ കേക്ക് വൈറ്റ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമുലയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിൽ നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് എന്താണോ അത് സെലക്ട് ചെയ്യാം. ഞാനിതിൽ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എന്നുള്ള ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പെർസെൻറ്റേജ് എത്രയാണ്, നമ്മുടെ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി എത്ര kg ഓഫ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത് ക്വാണ്ടിറ്റി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി 1 kg ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ മൈദ പൗഡർ എന്നുള്ളത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 0.2 kg ഓഫ് പ്രൊഡക്റ്റ് ആണ് 1 കിലോ വൈറ്റ് ഫോറസ്റ്റ് കേക്ക്, അല്ലെങ്കിൽ 0.5 ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് എത്ര ഇൻഗ്രീഡിയൻസ് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര ലിറ്റർ ഓഫ് മിൽക്ക് വേണം അത് ഞാൻ 0.2 കൊടുത്തിട്ടുണ്ട്. ശേഷം ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ 0.2 കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ ബട്ടർ എന്നുള്ള ഇൻഗ്രീഡിയന്റ് കൂടി ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ താഴെ പോവാം. നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ കമ്മീഷൻ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം, മിസലേനിയസ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. അതിനുശേഷം ഈ ഒരു സേവ് ബട്ടണിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഈ ഒരു പ്രൊഡക്ഷൻ ഫോർമുല നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിൽ വരിക. അതിനുശേഷം നമുക്കിവിടെ പ്രൊഡക്ഷൻ എന്നുള്ള ഓപ്ഷനിൽ പോവാം. ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി ഒരു ന്യൂ പ്രൊഡക്ഷനിൽ നമ്മൾ ചെയ്യാനാണെങ്കിൽ നമ്മളിവിടെ ആദ്യം ഫോർമുല നെയിം എന്താണോ അത് സെലക്ട് ചെയ്യാം. ഞാൻ കേക്ക് വൈറ്റ് ഫോറസ്റ്റ് ആണ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രൊഡക്ഷൻ ഫോർമുല. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം നമ്മളുടെ എത്ര 1 kg ഓഫ് മെയിൻ പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടത് നമുക്ക് കാണാൻ പറ്റും. ഇതിലിനി ഞാൻ 10 ആണ് മെയിൻ പ്രൊഡക്റ്റ് ക്വാണ്ടിറ്റി കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് എൻ്റർ അടിച്ചാൽ നമുക്ക് കാണാം ഇവിടെ എത്ര 10 kg ഓഫ് കേക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര മൈദ വേണം, എത്ര മിൽക്ക് വേണം എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇൻ കേസ് ഇപ്പം നമുക്ക് ഇവിടുന്ന് തന്നെ പ്രൊഡക്റ്റിന്റെ ആ ഒരു ക്വാണ്ടിറ്റി മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഇത് മാറ്റി കൊടുക്കാൻ പറ്റും. നമുക്ക് അതിന്റെ ടോട്ടൽ കോസ്റ്റും കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം നമ്മളിതിൽ പ്രൊസീഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഈ ഒരു പ്രൊഡക്ഷൻ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ റിപ്പോർട്ട്സിലേക്ക് അഗെയിൻ ഒന്ന് വരിക. നമ്മൾ സ്റ്റോക്ക് സമ്മറി എടുക്കാം. സ്റ്റോക്ക് സമ്മറിയിൽ പോയിട്ട് നമ്മൾ താഴെ പോയിട്ട് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇവിടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കിന്റെ ക്വാണ്ടിറ്റി അഗെയിൻ 10 ആയിട്ടുണ്ട്. നമ്മൾ 10 ക്വാണ്ടിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസിന്റെ ക്വാണ്ടിറ്റി ഒക്കെ ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇൻ കേസ് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ നമ്മൾ ചെയ്ത് തെറ്റിയിട്ടുണ്ട്, അപ്പോൾ നമുക്കത് ഡിലീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ആ ഒരു ഏത് പ്രൊഡക്ഷനാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ ആദ്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡക്ഷനിൽ പോയിട്ട് ഏതാണ് നമുക്ക് പ്രൊഡക്ഷൻ ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ ഐ ഡി എടുക്കാം. അതിനുശേഷം നമ്മൾ തിരിച്ചു വന്നിട്ട് ഇവിടെ പ്രൊഡക്ഷൻ വോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ആ ഒരു പ്രൊഡക്ഷൻ ഐ ഡി ഒന്ന് എൻ്റർ ചെയ്തിട്ട് കൊടുത്ത് നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം ഒന്ന് ഇത് വോയിഡ് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഡിലീറ്റ് ചെയ്താൽ മതി. പിന്നെ അഗെയിൻ നമ്മൾ റിപ്പോർട്ട്സിലേക്ക് അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അഗെയിൻ സ്റ്റോക്ക് സമ്മറി എടുത്തിട്ടുണ്ട്.
നമുക്കിവിടെ നോക്കി കാണാം. അഗൈൻ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ അവൈലബിൾ ക്വാണ്ടിറ്റി 0 ആയിട്ടുണ്ട്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ബാക്ക് ടു നോർമൽ 100 തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫുജിഷ്ക ERPയുടെ പ്രൊഡക്ഷൻ മൊഡ്യൂൾ വരുന്നത്. താങ്ക് യു.